ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫിൽമി ഷേക്ക്. അപ്പോൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, അമീർ ഖാൻ, സൗബിൻ ഷാഹിർ ഇവരൊക്കെ ഒരു ഹെവി കാസ്റ്റുള്ള ഒരു വൻ കൊല ഹൈപ്പിൽ വന്നൊരു പടം. പക്ഷെ ഈ പടം പേഴ്സണലി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹൈപ്പും ഇല്ലാതെ, ഇതിൻ്റെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെടാതെ, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ പോയി കണ്ട പടമാണ്. എന്നിട്ട് പോലും എനിക്ക് ഈ പടം ഒരു സ്ഥലത്ത് പോലും ഒരു ഇമ്പാക്റ്റും തന്നില്ല. എനിക്ക് പേഴ്സണലി ഇതൊരു മലം കൾട്ടായിട്ടാണ് ഞാൻ എൻജോയ് ചെയ്തത് ഈ പടം. സെക്കൻഡ് ഹാഫൊക്കെ ഞാൻ ചിരിച്ച് ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം വന്നവരൊക്കെ ചിരിച്ച് മരിച്ച്. അമ്മാതിരി കാട്ടപരാധം എടുത്തു വെച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീലായത്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് വശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെനിക്ക് കൂടി പോസിറ്റീവായി തോന്നിയിട്ടുള്ളത് ശ്രുതി ഹാസൻ. ഞാൻ കൊള്ളാമെന്ന് വിചാരിച്ചൊരു ക്യാരക്ടറായിരുന്നു. ശ്രുതി ഹാസൻ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ച പോലെ എനിക്ക് തോന്നി. ഗിരീഷ് ഗംഗാധരൻ്റെ ക്യാമറ ഗിരീഷ് ഗംഗാധരനാണെന്ന് തോന്നുന്നു. സിനിമാറ്റോഗ്രഫി വാസ് നൈസ്. അനിരുദ്ധ് ഇട്ട് പൊലിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ചില BGMs ഒക്കെ വേറെ ലെവലായിരുന്നു. അനിരുദ്ധിൻ്റെ കാര്യം പിന്നെ നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. മൂപ്പര് എവ്രി ഡേ ഹീസ് ഓൺ ദ ടോപ്പ്. പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു തേങ്ങയില്ല. പിന്നെ ഉപേന്ദ്രയുടെ സ്ക്രീൻ പ്രസൻസ് മാത്രം. വേറെ ഒന്നും എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടില്ല. അത്ര നെല്ലിപ്പുളി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാൻ, ഇതിലെ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സൗബിൻ ഷാഹിറിനെ കാണിച്ചുകൊണ്ടാണ്. സൗബിൻ ഷാഹിറിൻ്റെ ഒരു സീന്, സാധാരണ നമ്മുടെ ലോക്കിയുടെ പടമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടൂലേ. ഇതൊരു തേങ്ങയില്ല. പ്രത്യേകിച്ച് സൗബിൻ ഷാഹിർ കൊച്ചി സ്റ്റൈലിലാണ് തമിഴ് സംസാരിക്കുന്നത്. അങ്ങനെ സൗബിൻ ഷാഹിറിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇമ്പാക്റ്റ് ഇല്ലാതെ പോയിട്ട് നമ്മുടെ നാഗാർജുനനെ കാണിക്കും. ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത് നാഗാർജുന ആവുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേസ്റ്റാക്കി കളഞ്ഞു. കിഡിലൻ ലുക്സാണ്. ഒരു ഇമ്പാക്റ്റും ഇല്ല. എനിക്ക് പേഴ്സണലി ഒരു ഇമ്പാക്റ്റും തോന്നില്ല. പിന്നെ രജനീകാന്തിൻ്റെ ഇൻട്രോ വരും. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഇൻട്രോ എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ എന്താ ലോക്കിക്ക് പറ്റിയെന്ന്. ശോക ഇൻട്രോ, കൈയടിക്കാൻ പോലും തോന്നിയില്ല. അങ്ങനെ ഒരു ഇൻട്രോ. അത് കഴിഞ്ഞിട്ട് ഈ പ്രായം ചെന്ന രജനീകാന്തിനെ വെച്ച് ഡാൻസ് കളിപ്പിക്കുന്നു. അത് മൂപ്പര് നൈസായി ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈബ് കിട്ടുന്നില്ല സ്ക്രീനിൽ നിന്ന് എനിക്ക് പേഴ്സണലി. അങ്ങനെ മൊത്തം ശോകമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടം. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചൊരു കഥയാണ്. സത്യരാജ് ഒരു ഇൻവെൻഷൻ കണ്ടുപിടിക്കുന്നു. ഇൻവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്തൊരു ഇൻവെൻഷനാണ്. മന്മഥൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചിമ്പു ആൾക്കാരെ കൊന്നിരുന്ന പരിപാടി ഇത് കസേരയിൽ ഇരുത്തിട്ട് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഗ്രാഫിക്സും പരിപാടിയൊക്കെ വന്നലമ്പ്. എന്നിട്ട് വലിയൊരു കൊള്ളസങ്കേതം. അവരുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കള്ളക്കടത്ത. അതൊക്കെ നിങ്ങൾ പടം കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഇടയിൽ വാച്ച് കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അലമ്പ് സ്ക്രിപ്റ്റ്. ഒന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കുറേ നേരം വാച്ച് കാണിക്കും, കുറേ നേരം കിഡ്നി കാണിക്കും, ലിവർ കാണിക്കും, എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് രജനീകാന്ത് വന്ന് പെട്ടുപോവാണ്. രജനീകാന്ത് ഭയങ്കര ഫ്ലാഷ് ബാക്കുള്ള ഒരാളാണ്. ഭയങ്കര ഫ്ലാഷ് ബാക്കാണ്. അതൊക്കെ AI ജനറേറ്റഡ് ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ട്. അമ്മോ, ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ഇട്ടിട്ടെടുത്ത പോലത്തെ ഒരു പരിപാടിയായി പോയതൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഞങ്ങൾ ചിരിക്കുക. ലിറ്ററലി ഓരോ സീനിനും ചിരിക്കുകയായിരുന്നു. സൗബിൻ്റെ ഒക്കെ കുറെ പരിപാടികളുണ്ട്. എൻ്റെ മോനെ സഹിക്കൂല. അതിൻ്റെ ഇടയിൽ അപ്പ മകൾ പാസം, പിന്നെ എന്താ ഭാര്യ ഭർത്താവ് പാസം, സൗബിന് ഡോറ ബുജ്ജിയുടെ വേഷം കെട്ടിയിട്ട് സൗബിന് ഓടുന്ന സീന്. അയ്യോ, അത് കഴിഞ്ഞിട്ട് ഒരു വമ്പൻ ട്വിസ്റ്റ്. അയ്യോ, ഒരു പെണ്ണുണ്ട് ഈ പടത്തിൽ, നമ്മുടെ ഏജന്റ് ടീനൊക്കെ പോലെ ഒരു പെണ്ണുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഞാൻ നീറ്റ് നിന്ന് കൂവി. അങ്ങനെ ഒരു വളിച്ച പടം. സീരിയസ്ലി, ആഫ്റ്റർ കങ്കുവ ഈ വർഷം ഞാൻ FDFS കണ്ടിട്ട് എനിക്ക് അത്രയും ഒരു വെറുത്ത ചത്ത ഫീല് കിട്ടിയ പടമാണ് കൂലി. പിന്നെ എമ്പുരാൻ ഇസ് ദർ ഓഫ് കോഴ്സ്. എമ്പുരാൻ കൂലി കഴിഞ്ഞിട്ടേ വരുള്ളൂ. എമ്പുരാൻ പിന്നെ എന്തൊക്കെയോ നമുക്ക് നമ്മുടെ മലയാളപ്പടായതുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ കൂലി ഇത് ലോകേഷ് തന്നെയാണ് ചെയ്തത്. എമ്മാതിരി പണ്ണുന്ന മനുഷ്യനാണ്. പിന്നെ സീരിയസ്ലി സ്പീക്കിംഗ്, ഈ ലോകേഷ് റിട്രോ സോങ് ഇട്ടുള്ള പരിപാടി നിർത്തണം. കാരണം മടുക്കുന്നു. ഏതൊക്കെയോ
പാട്ടൊക്കെ ഇട്ടിട്ട് രജനീകാന്തും ഇവനൊക്കെ കൂടി ഫൈറ്റ് ചെയ്യുന്നു. അയ്യയ്യയ്യേ, അയ്യോ, ഇത്രയും നിരാശനായിട്ട് ഇറങ്ങി വന്നൊരു പടം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു രജനീകാന്ത് പടം കാണാൻ പോയിട്ട് ഒരൊറ്റ സീനിൽ പോലും കൈയടിക്കാൻ ആത്മാർത്ഥമായിട്ട് തോന്നിയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എനിക്ക് ആ കൂടി ഈ പടത്തിൽ ഭയങ്കര കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയുള്ള ശ്രുതിഹാസൻ, പിന്നെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി, അനിരുദ്ധ, പിന്നെ പറയണതല്ല അനിരുദ്ധ്, പിന്നെ കുറച്ച് സീൻസ് ഉണ്ട്. ഈ നാഗാർജുന ഒരാളെ കൊല്ലുന്നൊരു സീന്, അത് നൈസായിട്ടുണ്ട്. പിന്നെ ഉപേന്ദ്രയുടെ സ്ക്രീൻ പ്രസൻസ് വാസ് നൈസ്. സ്ക്രീൻ പ്രസൻസ് മാത്രം വെരി നൈസ്. പക്ഷെ അതൊക്കെ ഉപേന്ദ്രയൊക്കെ വന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ലോകേഷ് കനകരാജിന്റെ പടമാണ്, അത് വല്ല ശിവയുടെ പടമാണെന്ന് തോന്നിപ്പോവും. രജനീകാന്ത് കെട്ടെന്ന് മരിച്ച ആക്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തിന്? ആൾക്ക് വയ്യ, പ്രായമായി. അപ്പോൾ മൂപ്പർക്ക് നമ്മുടെ നെൽസണൊക്കെ ചെയ്തു കൊടുത്ത പോലെ ചുമ്മാ അങ്ങനെ നടത്തിക്കുമ്പോൾ നമുക്ക് ആ ഓറ ഫീൽ ചെയ്യും. ഇതിലൊരു ഓറയില്ല, ഒരു കൂലി, വേറെ പലതും വായിൽ വരുന്ന അത്ര അലമ്പായിട്ടുള്ളൊരു പടം. അങ്ങനെ സെക്കൻഡ് ഹാഫിലൊക്കെ എത്തിയപ്പോൾ ഈ പടം തീരുന്നില്ലടേ, ഈ പടം തീരുന്നില്ല. ഞങ്ങൾ പ്രൊജക്ടർ വരെ ഓഫാക്കാൻ പറഞ്ഞു നോക്കി. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക കുറേ നേരം, കുറേ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എന്നിട്ട് അവിടുന്ന് കുറേ ഫോണിൽ വിളിച്ചിട്ട് മാസ് കാണിക്കുന്നു, ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വരുന്നു, ഇത് തീരുന്നേ ഇല്ല. എന്നിട്ട് അവസാനം ഇത് തീർന്നെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഒരു ഗസ്റ്റ് റോൾ വരും. ആര്? അമീർ ഖാനാണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം. അമീർ ഖാൻ വന്നിട്ട് അമീർ ഖാന് എന്താ പ്രതിഫലം കൊടുത്തിട്ടില്ല, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു പാൻറ്റെങ്കിലും കൊടുക്കായിരുന്നില്ലേ? പാൻറ്റോ ഷർട്ടോ. ഇതൊരു നിക്കറും ഒരു ചെറിയ സ്ലീവ്ലെസ്സിൻ്റെ ബനിയനും ഇട്ടിട്ട് അമീർ ഖാൻ വന്നിട്ട് എന്തൊക്കെയോ കോമാളിത്തനം കാണിക്കുന്നു, തോക്കും പിടിച്ചിട്ട്. എന്നിട്ട് അതൊന്നും പറയുന്നില്ല. അയ്യേ, അമീർ ഖാനൊക്കെ അങ്ങനെ ഒരു കോമഡി പീസാക്കി കളഞ്ഞല്ല. ഉപേന്ദ്രൻ ക്ലൈമാക്സിലൊക്കെ ഉപേന്ദ്രൻ രജനീകാന്തും കൂടിയിട്ട് വൻ ഫൈറ്റൊക്കെ ഉണ്ട്. മറ്റേ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എമ്പുരാനിൽ പൃഥ്വിരാജും മോഹൻലാലും കൂടിയിട്ടില്ലേ, ഫിർസിന്ത, അതേപോലെ ഒരു പാട്ട്, തകതോം എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് ഇങ്ങനെ തകതോ. അപ്പോൾ ഇവരിങ്ങനെ മഴും ക്യാമറൊക്കെ ഇങ്ങനെ എറിഞ്ഞ് അവസാനം എന്തൊക്കെ കാണിച്ചിട്ട് ഈ പടം തീരാൻ വേണ്ടിയിട്ട് അമീർ ഖാൻ വന്ന് തീർന്നെന്ന് വിചാരിച്ചു. ഇത് തീരുന്നില്ല. അമീർ ഖാൻ വന്നിട്ട് ഒരു 10 മിനിറ്റ് അമീർ ഖാൻ എന്തൊക്കെയോ കാണിക്കുക. അവസാനം ഈ പണ്ടാരം അങ്ങോട്ട് തീർന്ന്. അയ്യോ, ഐ വോണ്ട് സജസ്റ്റ് ദിസ് മൂവി. ഒരു ഫസ്റ്റ് ടൈം വാച്ചിന് പോലെ എനിക്ക് തോന്നിയില്ല. നമ്മളങ്ങനെ ഒന്ന് ഒരു സിനിമേനെ പറ്റി അവൻ്റെ എഫേർട്ടൊക്കെ മാനിക്കുന്നു, പക്ഷേ ദിസ് വാസ് ലൈക്ക്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് ദൂരെയുള്ളൊരു തിയേറ്ററിൽ പോയിട്ട്, ഭയങ്കര കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു തിയേറ്ററാണ്, അവിടെ പോയിട്ടാണ് ഞാൻ കാണാൻ ഉദ്ദേശിച്ചത്. രാഗം, തൃശ്ശൂർ രാഗത്ത് പോയിട്ട് തിക്കിലും തിരക്കിലും പെട്ടിട്ട്, അയ്യോ എന്ത് തിക്കും തിരക്കുമായിരുന്നു, അങ്ങനെ കയറിയിട്ട് കണ്ടതാണ്. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പടം കണ്ടിട്ട് എൻ്റെ ഒരവസ്ഥ, രാഗത്തിൽ അങ്ങിങ്ങായിട്ട് കുറേ രജനി ഫാൻസ് കിടന്നിട്ട് കടലാസൊക്കെ എറിയുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു കയ്യടിയോ ഒരു വിസിലടിയോ ഒന്നും കണ്ടില്ല. രജനീകാന്തിന് ഒരു ഡയലോഗ് പോലും ഇല്ല, എന്താ ഒരു ഡയലോഗും ഇല്ല. ആ കൂടി നൻപൻ അയ്യോ. ആൻഡ് രാഗം തിയേറ്ററിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ, ഞാൻ റെനോവേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ഞാൻ കുറേ ഏതൊക്കെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ AC തീരെ തണുപ്പില്ല. പിന്നെ അത്രയും വലിയൊരു ഹാള് AC ഇട്ട് തണുപ്പിക്കാന്ന് വെച്ചാൽ ചില്ലറ പരിപാടിയില്ല. ഞാൻ ഈ ബനിയനിട്ടിട്ടാണ് പോയത്, കുറച്ച് തിക്കാണ്, ചൂടുണ്ടായിരുന്നു എനിക്ക്, അത്ര തന്നെ. പിന്നെ സൗണ്ടും സ്ക്രീനൊക്കെ പൊളിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അപരാധിച്ച പടമായിപ്പോയി അവിടുന്ന് കണ്ടത്. ഓക്കെ, ബൈ. 7-ാം കൂലി.